നമസ്കാരം. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് കേരളത്തിൽ തകർപ്പൻ മഴയായിരുന്നു. രണ്ടാഴ്ചയല്ല, ഒരു മാസം. നല്ല മഴ തോർന്നൊരു കാലം ഇല്ലായിരുന്നു എന്ന് പറയാം. ജൂൺ കഴിഞ്ഞ് മിക്കവാറും എപ്പോഴുമൊക്കെ മഴയായിരുന്നു. അതിങ്ങനെ ന്യൂനമർദ്ദം കൂടി വന്നത് ഈ അടുത്ത സമയത്താണ്. അപ്പോൾ പണ്ടത്തെ മഴ ഇപ്പോഴത്തെ മഴയായിട്ടൊരു വ്യത്യാസം. ഇപ്പോൾ എൻ്റെ ചെറുപ്പത്തിലെ മഴയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ വന്നു കഴിഞ്ഞാൽ വഴിയിറങ്ങി നടക്കുക എന്നുള്ള വലിയൊരു വിനോദമായിരുന്നു. കാരണം വഴിയിലെ വെള്ളം എപ്പോഴും നല്ല വെള്ളമായിരുന്നു. വെള്ളം മഴ പെയ്യുമ്പോൾ മണ്ണ് കലങ്ങി വരും. അതിനെ നമ്മൾ കാലിൽ വളം കടിക്കുക എന്ന് പറയും. മറ്റേ ഈ കാലിൻ്റെ ഇതൊക്കെ പഴുക്കും. പക്ഷെ അത് ചെളി മണ്ണാണ്, അല്ലാതെ വേറെ മലിനജലമൊന്നുമല്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം നമുക്ക് ഒരു സ്ഥലത്തൂടെ നടക്കാനൊക്കെ ഇല്ല. കാരണം പലയിടത്തും ഈ ഓടയും റോഡും തമ്മിൽ, പ്രത്യേകിച്ച് അത് നഗരങ്ങളിലാണ്, ഓടയിലെ വെള്ളം തന്നെയാണ് പലയിടത്തും റോഡിലൂടെ ഒഴുകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാൻ, മഴവെള്ളത്തിലിറങ്ങി നടക്കാനോ കൈയും കാലും ഇട്ടടിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ ഞാൻ ഈ മഴക്കാലത്ത് കുറച്ച് അകത്തോട്ടുള്ള പ്രദേശങ്ങളിൽ പോകേണ്ടി വന്നു. അപ്പോൾ പഴയ പോലെ ഉള്ളിലൊക്കെ റബ്ബർ തോട്ടത്തിനടുത്തൊക്കെ, റബ്ബർ തോട്ടത്തിൽ ഇപ്പം മരുന്നൊന്നും അടിക്കാത്തതുകൊണ്ട്, കാരണം ഇപ്പോൾ റബ്ബറിന് വിലയില്ലാത്തതുകൊണ്ട് ആരും വിഷവും മുളകൊന്നും അടിക്കുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ നല്ല കണ്ണുനീര് പോലത്തെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ കാലൊക്കെ ചവിട്ടി കുറച്ച് നടന്നു. അപ്പോൾ ഇത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലിപ്പോൾ എല്ലാ കായലുകളും എല്ലാ കുളങ്ങളും എല്ലാ പുഴകളും മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളായാലും വീടുകളായാലും വ്യക്തികളായാലും അതുപോലെ നമ്മുടെ ഈ ബോട്ടുകളായാലും ഒക്കെ പുഴയിലേക്ക് നേരിട്ട് മലിനജലം ഒഴുക്കുന്ന ഒരു സംവിധാനം എങ്ങനെയോ ആയിപ്പോയി. കാരണം പുഴയിൽ എത്ര മലിനജലം വന്നാലും പുഴ ചീത്തയാവില്ല എന്നുള്ള വിശ്വാസത്തിൽ തുടങ്ങിയായിരിക്കണം. പക്ഷേ ഇപ്പോൾ പുഴ മുഴുവൻ മലിനീകരിക്കപ്പെട്ട് കഴിഞ്ഞു. പണ്ട് ആളുകൾ പുഴയിലിറങ്ങി വായിൽ വെള്ളം എടുത്ത് കവിള് നിറച്ച് കുളിക്കുക, മുങ്ങുക, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട സ്ഥാനത്ത് ഇന്നിപ്പോൾ പുഴയിലെ വെള്ളം കൈകൊണ്ട് വിടാൻ വയ്യാത്ത ഒരവസ്ഥ, പുഴയിൽ തന്നെ ഇറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥ വന്നിരിക്കുന്നു. അപ്പോൾ ഇത് ശുദ്ധീകരിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. ശുദ്ധീകരിക്കാനുള്ള ഒരു മാർഗ്ഗം ഈ ആറ്റിൻ്റെ തീരത്തും വശങ്ങളിലുമൊക്കെ ശരിക്കും പറഞ്ഞാൽ പണ്ട് ഈ പലതരം ചെടികൾ, ഈ വെള്ളത്തിൻ്റെ സൈഡിൽ വളരുന്ന റൈപ്പേറിയൻ വെജിറ്റേഷൻ എന്ന് പറയുന്ന തോട്ടുകരയിലൊക്കെ വളരുന്ന ഒരുപാട് മരങ്ങളും ചെടികളുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്തുള്ള ഇതിനൊക്കെ കുറേ തടഞ്ഞു നിർത്തുകയും കുറേ വേസ്റ്റൊക്കെ അത് വലിച്ചെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കിപ്പോൾ നഗരത്തിൽ ഈ പ്രശ്നം വരുമ്പോൾ രണ്ട് തരത്തിൽ ഇതിനെ പരിഹരിക്കാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ഈ ഡിറ്റർജൻറ്റ്, സോപ്പ് ഒക്കെ വലിച്ചെടുക്കുന്ന ചെടികൾ വീടുകളിൽ ഇത്തരം വെള്ളം വീഴുന്ന സ്ഥലത്ത് വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ഞങ്ങൾ കാണിക്കുക. ഹെലിക്കോണിയ എന്ന് പറയുന്ന ചെടി, അതുപോലെ തന്നെ കാനവാഴ, ഈ രണ്ട് ചെടികളും വേസ്റ്റ് വലിച്ചെടുക്കുക, ചെടിയിലെ വേസ്റ്റ് വലിച്ചെടുക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതുപയോഗിച്ച് നമ്മുടെ വെള്ളത്തിനെ നമുക്ക് തന്നെ ഒന്ന് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ തുണി നനയ്ക്കുന്ന വെള്ളം വാഷിംഗ് മെഷീനിൽ നിന്ന് ഒഴുകി പോകുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമുക്കൊരു കുറച്ച് സ്ഥലത്ത് ഈ ചെടികൾ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഈ വെള്ളം വലിച്ചെടുത്തുകൊള്ളും. അതുപോലെ അടുത്ത ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് ഐലൻഡുകളാണ്. ഫ്ലോട്ടിംഗ് ഐലൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ചെറിയ ദ്വീപുകൾ. ഈ ദ്വീപുകൾ നമ്മൾ കൃത്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇപ്പം മദ്രാസിൽ അടയാർ തടാകത്ത്, അടയാർ വലിയ ഒരു കനാൽ അവർ ഈ ഫ്ലോട്ടിംഗ് ഐലൻഡുകൾ ഉപയോഗിച്ച് ശുദ്ധീകരിച്ചിട്ടുണ്ട്. വലിയ വലിപ്പമുള്ള ഫ്ലോട്ടിംഗ് ഐലൻഡാണ്. അതായത് ഒരു 2-3 സെൻറ്റ് വീതിയുള്ള ഫ്ലോട്ടിംഗ് ഐലൻഡുകൾ ഉണ്ടാക്കി വെള്ളത്തിലിടാൻ പറ്റും. അപ്പോൾ അതിൻ്റെ നിൽക്കുന്ന ചെടികളുടെ എല്ലാം വേര് വെള്ളത്തിലേക്കായിരിക്കും കിടക്കുന്നത്. ഈ വെള്ളത്തിലെ അഴുക്ക് വലിച്ചെടുക്കുന്നതിന് പ്രത്യേകം കഴിയുന്ന ചെടികളെ ആയിരിക്കും കൂടുതലായിട്ട്. അതിനൊരു ചില ചെടികൾക്ക് ചില പ്രത്യേക വാസനകളുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഈ വേസ്റ്റ് കൂടി കിടക്കുന്നത് എവിടെ നോക്കിയാലും ആവണക്ക് വളർന്നു നിൽക്കുന്ന കാണാം. ഈ ഹെവി മെറ്റൽസ് നന്നായിട്ട് വലിച്ചെടുക്കും ആവണക്കെന്നാണ് പറയുന്നത്. എനിക്ക് അതിൻ്റെ കെമിക്കൽ ഭാഗം കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും വേസ്റ്റ് കൂടി കിടന്നില്ല ഇവൻ കാണും വളരെ ശക്തിയായിട്ട് വളർന്നു നിൽക്കുന്ന കാണാം. വേസ്റ്റിൽ നിന്നാണ് അത് പല സാധനവും വലിച്ചെടുക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ വേസ്റ്റ് വലിച്ചെടുക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടറിലെ മാലിന്യത്തെ വലിച്ചെടുക്കുന്ന തരത്തിലുള്ള ചെടികളെ വെച്ച് നമ്മളൊരു ഐലൻഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഈ വെള്ളം ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഒരു മോഡലായിരിക്കും എന്ന് അവിടെ കണ്ടപ്പോൾ മനസ്സിലായി. അത് ഞാൻ പിച്ചാട്ടിക്കുളം ഫോറസ്റ്റിൽ പോയി അവിടെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു സാഹിബുണ്ട്, അദ്ദേഹത്തുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ഇതവിടെ ചെയ്യുന്നുണ്ട്. അവർ ചെയ്യുന്ന കോസ്റ്റ് ഒരു ഇൻ്റർനാഷണൽ കോസ്റ്റാണ്. അവർ നന്നായിട്ടത് ചെയ്യുന്നുണ്ട്. ആ പ്രോജക്റ്റിന് ആവശ്യമുള്ള കോസ്റ്റ് കഴിഞ്ഞാൽ അവർ ബാക്കി പൈസ തിരിച്ചടയ്ക്കുകയും ചെയ്തു. പക്ഷേ നമുക്കിവിടെ അത്രയും പൈസ ഒന്നും മുടക്കാൻ ഇല്ലാത്തതുകൊണ്ട് ചെറിയ തോതിൽ നമ്മളതൊന്ന് ചെയ്തു നോക്കി. ആ ചെയ്തതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഒരു പോളിമർ പൈപ്പ്, PVC പൈപ്പ്, നമ്മൾ ഈ വെള്ളം കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന പൈപ്പ് എടുത്ത് ഒരു ഫ്രെയിം ഉണ്ടാക്കി. ആ ഫ്രെയിം പൊങ്ങി കിടക്കാനായിട്ട് അതിന് തലങ്ങനെ കുറുങ്ങനെ 2-3 പൈപ്പുകളിലൂടെ കണക്ട് ചെയ്ത് വെള്ളത്തിൽ അതിട്ട് പൊങ്ങി കിടക്കുന്ന ഒഴിവാക്കി. പക്ഷേ അതിൻ്റെ മുകളിൽ നമ്മൾ ഈ സാധാരണ റബ്ബർ ചെരുപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഷീറ്റ് വിരിച്ചു. ആ ഷീറ്റിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ ദ്വാരമുള്ള ചെടിച്ചട്ടികൾ, അതായത് ഓർക്കിഡൊക്കെ വെക്കാൻ വേണ്ടിയുള്ള തരത്തിലുള്ള ചെടിച്ചട്ടികളെ അതിൽ ചെടി നിറച്ചിട്ട് ആ ചെടിച്ചട്ടികളെ ഈ ദ്വാരത്തിലൂടെ താഴേക്ക് ഇറക്കി വെച്ചു. അപ്പോൾ ഈ ഐലൻഡ് പൊങ്ങിക്കിടക്കും, നമ്മുടെ ഈ ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം പൊങ്ങിക്കിടക്കും. അതിൻ്റെ ദ്വാരത്തിലൂടെ ഈ ചെടിയുടെ വേരും ആ വേരിരിക്കുന്ന ഭാഗവും ചട്ടിയും വെള്ളത്തിന് അടിയിലായിരിക്കും. അതിൽ വെച്ച ചെടികൾ എന്ന് പറഞ്ഞാൽ ചില പ്രത്യേകതരം വാട്ടർ ബാമ്പു, കാനവാഴ, ഹെലിക്കോണിയ, കുടങ്ങൽ ഈ ആറ്റ് വയലിലും അവിടെ ഇവിടെ എല്ലാം ഈ താമര കുടങ്ങൽ എന്ന് പറഞ്ഞാൽ കുറച്ച് വട്ടമുള്ള ഇച്ചിരൊക്കെ പച്ച കൂടുതലുള്ള ഇലയുള്ള കുടങ്ങൽ, ബ്രഹ്മി, അതൊക്കെ അങ്ങനെ വളരുന്നതാണ്. രാമച്ചം വെച്ച് നോക്കിയിരുന്നു.
ഞങ്ങൾ 1-2 ആവണക്ക് വെച്ചിരുന്നു. പക്ഷേ ആവണക്ക് പോയി പിന്നെ. എന്നുവെച്ചാൽ അത് ഇതുകൊണ്ടല്ല, അത് അതിൻ്റെ കാലം കഴിഞ്ഞപ്പം ഉണങ്ങിപ്പോയി. അപ്പോൾ എന്തായാലും ഇത് 2 തരത്തിൽ ഉപയോഗിക്കും. ഒന്നിവിടെ മീൻ കിടക്കുന്ന ഒരു കുളം ശുദ്ധീകരിക്കാനായിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അവിടെ ഇട്ടിട്ടുണ്ട്. 2 കുളിമുറിയിൽ നിന്ന് കുളിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്ന വെള്ളം അത് ഒരു ടാങ്കിൽ പിടിച്ച് നിർത്തിയിട്ട് അതിനകത്ത് ഈ ഒരു ഫ്ലോട്ടിംഗ് ഐലൻഡ് ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. ഈ വെള്ളത്തിൻ്റെ ഒരു ലെവൽ കൂടി കഴിയുമ്പോൾ പുതിയ വെള്ളം വരുമ്പോൾ ആ പഴയ വെള്ളം പുറത്തേക്ക് വെള്ളത്തിൽ വീഴുമ്പോൾ മുകളിലത്തെ ഒരു ലെവൽ കഴിഞ്ഞുള്ള വെള്ളം പുറത്തേക്ക് പോകും. അത് കെട്ടി നിൽക്കുന്ന വെള്ളത്തിലെ അഴുക്ക് ഈ ചെടികൾ വലിച്ചെടുത്തുള്ളൂ. ഈ തരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇതെന്തുമാത്രം ശുദ്ധീകരിക്കുന്നുണ്ടെന്ന് ഞാൻ പരിശോധിച്ച് നോക്കിയിട്ടില്ല. പക്ഷേ ഇതൊരു പ്രയോഗിക്കാവുന്ന മാർഗ്ഗമാണ്. പിന്നെ ഇതിനകത്ത് സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, കൊതുക് ഉണ്ടാകുകയില്ല. ഉണ്ടാകും. അതിന് നമ്മൾ ഗപ്പി എന്ന് പറഞ്ഞ മീനിനെയോ അല്ലെങ്കിൽ കാർപ്പിൻ്റെ കുഞ്ഞുങ്ങളെയോ എല്ലാം കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ ഈ കൊതുകിൻ്റെ ലാർവയെ അവൻ തിന്നുകൊള്ളും. ഈ ഫ്ലോട്ടിംഗ് ഐലൻഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് വലിയ ചിലവൊന്നുമില്ലാതെ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന ഒരു സാധനമാണ്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുകയാണെങ്കിൽ നന്നായിരിക്കും.